ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയുടെ വീട്ടിൽ ഒരു സഹാബി ഹാജരായി. ആ സഹാബി വീട്ടിൽ പോയി വാതിൽ മുട്ടി. അപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ ഒരു ശബ്ദം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയുടെ വീട്ടിന്റെ ഉള്ളിൽ ഒരു ശബ്ദം, ഭാര്യയുടെ ശബ്ദത്തിൽ കേൾക്കാം. ഉമർ റളിയല്ലാഹു തആല പതുക്കെ അങ്ങോട്ട് എന്തൊക്കെയോ സമാധാന വാക്കുകൾ പറയുന്നു. ഭാര്യ ഇങ്ങോട്ട് കുറച്ച് കട്ടികൂട്ടി എന്തൊക്കെയോ പറയുന്നു. അങ്ങനൊരു ശബ്ദം നടക്കുന്നു. ശബ്ദം കേട്ട ഉടനെ ആ സഹാബി തിരിച്ചങ്ങ് നടന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല വന്ന് വാതിൽ തുറന്നു നോക്കി. ആള് പോകുന്നു. ഞാൻ എന്റെ വാക്കുകളിൽ പറയാണ്, ആ സഹാബിയെ വിളിച്ചിട്ടുണ്ടാകാം ഉമർ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങ് വാ വാ പോലെ വാ. അപ്പൊ സഹാബി ദൂരം പറഞ്ഞു, ഇല്ല അമീറുൽ മുഅ്മിനീൻ, ഇല്ല ഒന്നുമില്ല, ഞാനത് വന്ന കാര്യം കഴിഞ്ഞു പറഞ്ഞു. എങ്ങനെ വന്ന കാര്യം പറഞ്ഞു? നീ വന്നില്ല, പറഞ്ഞില്ല, വാതിൽ മുട്ടി തിരിച്ചുപോയി, ഞാൻ വന്ന് തുറന്നപ്പോഴത്തേക്ക് നീ പോയി, പിന്നെ വന്ന ആവശ്യം പൂർത്തിയായി എങ്ങനെ പറയുന്നേ? വാ കുഴപ്പമില്ല, ഞാനിപ്പോ തിരക്കിലൊന്നുമല്ല, നീ എന്തിനാ വന്നത്? അപ്പൊ സഹാബി പറഞ്ഞു, ഇല്ല അമീറുൽ മുഅ്മിനീൻ, കഴിഞ്ഞു ദൂരെ പറഞ്ഞു, എന്റെ ജോലി കഴിഞ്ഞ്, ഞാൻ വന്ന ആവശ്യം പൂർത്തിയായി, ഇനി പറയേണ്ടിയില്ല, കേൾക്കേണ്ടിയില്ല, കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല വീണ്ടും നിർബന്ധിച്ച് വിളിച്ചു. അപ്പൊ ആ സഹാബി തിരിച്ചുപോയി. എന്താ വന്നത് പറ. വലിയ ചമ്മലോടുകൂടി ആ സഹാബി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അവർകളെ, ഞാനും എന്റെ ഭാര്യയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പിണങ്ങാറും വർത്താനം പറയാറും ഒക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോഴൊക്കെ ഭാര്യയുടെ ശബ്ദം കുറച്ചൊന്ന് കൂടിപ്പോകാറുണ്ട്. അപ്പം എനിക്ക് തോന്നി എന്റെ ഭാര്യയെ ചെയ്യുന്നത് ശരിയായ പണിയല്ലാന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വല്ലാണ്ട് കയർത്ത് സംസാരിച്ച് അവളെ തോപ്പിക്കാൻ നോക്കലാണ്. ഞാൻ ഒന്ന് താങ്കളെടുക്കൽ വന്ന് എന്റെ ഭാര്യയെ പറ്റി ഒരു കംപ്ലൈന്റ് പറഞ്ഞ് അവൾക്കൊന്ന് ഉപദേശിച്ചു കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യുന്ന കാര്യം പറയാനാ വന്നത്. വന്ന് വാതില് മുട്ടിയപ്പം ഇവിടെയും അതുപോലെ തന്നെ ശബ്ദമൊക്കെ കേട്ട്, താങ്കൾ നല്ല വാക്കിൽ മറുപടി പറയുന്നത് കേട്ട് എനിക്ക് മനസ്സിലായി ഭാര്യയും ഒരു മനുഷ്യ സ്ത്രീയാണ്, അവൾ നിന്റെ ഇണയാണ്, അവളും ചിലപ്പോൾ നിന്നെപ്പോലെ കുറച്ചൊന്നും എന്തെങ്കിലുമൊക്കെ ആയിപ്പോയാല് നീ അതിന് അവളെ അടിമയെ പോലെ പെരുമാറൊന്നും വേണ്ട, വിട്ടുവീഴ്ച കാണിച്ച് അവളെ ആശ്വസിപ്പിച്ചേച്ചാൽ മതി എന്ന് പാഠം പഠിച്ചു. അതുകൊണ്ടാ പിന്നെ ഇനി ഒന്നും പറയണ്ട, കേൾക്കണ്ട എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് ആയിഷ ബീവിയുടെ ഹുജറ, ആയിഷ ബീവിയുടെ കൂട്ടത്തിൽ നബി തങ്ങൾ സമയം ചെലവഴിച്ചിരുന്ന വീട് മസ്ജിദുൻ നബവിയുടെ വാതിലാണ്. ഈ മൈക്കിരിക്കുന്ന സ്ഥലത്തിന് അപ്പുറത്തുള്ള ഭാഗം അത് ആയിഷ ബീവിയുടെ വീട്, ഇത് മസ്ജിദുൻ നബവി. ഒറ്റ വാതിൽ തുറന്നാൽ പള്ളി, അതിനപ്പുറത്ത് വീട്. ഒറ്റ വാതിൽ, ഒരു മതിൽ മാത്രമേ ഇടയ്ക്കുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർ പള്ളിയിൽ. ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ആരുടെ വാപ്പ?